ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കേൾക്കുന്നത് കയ്യഫാസിനെ കുറിച്ചാണ്. AD 18 മുതൽ 36 വരെ യഹൂദ ജനത്തിന്റെ മഹാപുരോഹിതനായിരുന്നു കയ്യഫാസ്. കയ്യഫാസിന് എന്ത് വിവരണം കൊടുക്കാമെന്ന് ചിന്തിച്ചപ്പോഴേക്കും അന്ന് കിട്ടിയത് കയ്യഫാസ് നല്ലൊരു സൂത്രധാരനായിരുന്നു എന്നതാണ്. അത് 2 വചനങ്ങൾ അടിസ്ഥാനത്തിൽ വിവരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തില് നമ്മളിങ്ങനെ വായിക്കുന്നു, ജനങ്ങളെ വധിക്കുന്നതിനേക്കാളും നല്ലത് അവർക്ക് വേണ്ടി ഒരാളായ യേശുക്രിസ്തു ആണ് മരിക്കുന്നത് എന്ന് ഏറ്റവും ആദ്യം അഭിപ്രായം പറയുന്നത് കയ്യഫാസാണ്. 2-ാമത്തെ വചനം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കയ്യഫാസിന്റെ ഭവനത്തിൽ കൂടി ഈശോയെ എങ്ങനെ കൊല്ലാമെന്ന് അവർ ഗൂഢാലോചന നടത്തിയെന്ന് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഈശോയെ പിടിച്ചുകൊണ്ടുവന്നതിന് ശേഷം ദൈവദൂഷണ കുറ്റം ചുമത്തി പീലാത്തോസിന്റെ അടുക്കലേക്ക് ഈശോയെ പറഞ്ഞയച്ചത് കയ്യഫാസാണ്. അപ്പോൾ ഈശോയെ എങ്ങനെ വധിക്കാം എന്നതിന്റെ ഒരു പ്രധാന സൂത്രധാരനായിരുന്നു കയ്യഫാസ്. എങ്ങനെ വധിക്കാം, എങ്ങനെ ഇല്ലാതാക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കയ്യഫാസിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും നമുക്കും സൂത്രധാരന്മാരാകാം. എന്തിനു വേണ്ടിയുള്ള? ഈശോനാഥൻ ആഗ്രഹിച്ച സ്വർഗരാജ്യം പടുത്തുയർത്തുന്ന സൂത്രധാരന്മാരാകാൻ ഈ തപസ്സുകാലം നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുരുങ്ങാം. ഈശോ നമ്മളെ സഹായിക്കട്ടെ.